ചേരിയെല്ലാം തേച്ച് ചെതല് കുടിച്ചില്ല. തേങ്ങ ചെതല് വരില്ല എന്ന് പറഞ്ഞാൽ തകച്ചും ചെതല് വന്നു. നമുക്ക് ഞാൻ ലേശം കുറച്ച് വെയിലിനെടുത്തെന്ന് തോന്നും. കുറേശ്ശെ ഉള്ളതുകൊണ്ട് നമുക്ക് കത്തിച്ചോളൂ. തേച്ച് ചെതല് വന്നിട്ട് കാണുന്നില്ലേ? കുറച്ചട വെയിലിട്ടാൽ നല്ല ചൂടല്ലേ. ഇഷ്ടംപോലെ ചേരുള്ളതുകൊണ്ട് എനിക്ക് കത്തിക്കാനൊരു വിഷമമില്ലപ്പാ. ഇതൊന്നും വെയിലില്ലപ്പാ. ഇവിടെ ലേശം വെയിലുണ്ട്. എന്നാൽ ഇന്ന് ഒരു ദിവസത്തേക്ക് കത്തിക്കാനായാലും ഓരോ ദിവസം കയ്യുടെ വെയിൽ വരുന്നത്. വെയിൽ വലിക്കാൻ പോലും അരിയെ കൂടി പെയ്യ വന്നെയാണ്. കുറച്ച് കയ്യെടുത്ത് അത് ചേരി ഇഷ്ടംപോലെ ചേരി ഉണ്ടായിരിക്കും. അതുകൊണ്ട് കുറേശ്ശെ എടുത്തിട്ട് അങ്ങൊന്നും വെയിലില്ല. നമുക്ക് ഇവിടെ വെയിലിട്ടാല് വന്നില്ല. വെയിൽ വന്നിട്ടാൽ വിടാൻ വെച്ചിട്ടാണ്. ഒരുപാട് ചേരി ഇഷ്ടംപോലെ ചേരി ഉണ്ട്. അതുകൊണ്ട് കുറേശ്ശെ ചേരിയിട്ട് കത്തിച്ചാൽ മറ്റേ അടുപ്പല്ലേ. അതുകൊണ്ട് വെള്ളം കുടിക്കട്ടെ. ഇത്തറാണ് പോയിന്ന്. ഞാനിങ്ങോട്ട് ഞാനവിടെ സമയത്തിനൊക്കെ പോയിട്ട് വരുന്നതാണ്. വെറുതെ ഒന്ന് പോയതാ. ഒരു തൊഴിലുറപ്പിന് പോയി. പോയിട്ടുണ്ടെങ്കിൽ ഒരു ചാക്കം കടിക്കുകയാണ്. പോയി അമ്മമ്മക്ക് കണ്ണൊന്നും കാണൂല. ഇനി ഒരു ചാക്ക് എടുത്തു പോയാലും എണ്ണൊന്നും തിരിയില്ല. പാടുണ്ട് എന്നല്ലേ പറയുന്നു. ഒരു ചാക്ക് എടുത്തു കാണുന്നില്ല. വേഗം എടുത്തിട്ട് പോയി. കുറേശ്ശം പേര് വന്നു തോന്നും. ചിക്കട്ട് അല്ലപ്പാൻ്റെ ഒരു ചാക്കിലാ പോയിട്ടത്. എൻ്റെ ഒരു ചാക്ക് 2 ചാക്കിൽ നിറച്ച് വെച്ചിനല്ല. അല്ലപ്പം ഞാനിവിടെ 2 ചാക്കിൽ ചേരി നിറച്ച് വെച്ചിന്. ഒരു ചാക്ക് കാണുന്നില്ല. ഇവർ കണ്ടില്ലേനെ ചെവി കാക്കാതെ ഇവരോട് ആരോട് ചോദിക്കാനാന്ന്. ദൈവമേ, എന്നാ അത് ഇത്ര വേഗം ഓള് നേരത്തെ കനക പോകട്ടെ പറഞ്ഞാണല്ലപ്പോൾ പോയിനി. ഓളെ അങ്ങനെ വിട്ടാൽ ശരിയാവുക. ഓള് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് പോയോള് പിന്നെ ഓടാൻ കഴിയില്ല ചെരുപ്പില്ലാണ്ട്. ഓളാ ഞാൻ നമുക്ക് ചോദിച്ചൂടെ എന്നോട് ഒരു ചാക്ക് ചേരി തട്ടെ. എത്ര ചേരി ഉണ്ടാടെ? ഇഷ്ടംപോലെ ചേരി ഉണ്ടാണ്. ചൂടെ ഒരു ചാക്ക് ചേരി തരും ഓമനേച്ചി എനിക്ക്. എന്നോട് പറഞ്ഞാൽ ഞാൻ കൊടുക്കൂലേ ഒരു ചാക്ക്? ഓളെ അങ്ങനെ ചോദിക്കാണ്ട് എടുത്തോണ്ട് എനിക്ക് ഇത്. അല്ലെങ്കിൽ എടുത്താൽ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇഷ്ടംപോലെ ഉണ്ട് ചേരി. അങ്ങനെ വിട്ടാൽ ശരിയല്ല. അതാ ഇതെല്ലാം വേറിയിട്ട് ചാക്ക് പരവരെ ഓടുക ഇതെന്ന് തോന്നോള്. ഇതെന്താണ്? ഇതെന്നാ സാധനം? അത് 2 കൊടുത്ത് ചേരിയാണോ ചോദിച്ചൂടെ എന്നോട്? നിങ്ങൾ പറഞ്ഞിട്ടില്ല എനിക്ക് ഇഷ്ടംപോലെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ. ഞാൻ എനിക്ക് ചേരി എത്ര വേണ്ടിക്ക് തരാം. ഒരു ലോഡ് വേണ്ടിക്ക് തരാന്ന്. പക്ഷെ എനിക്ക് ചോദിച്ചൂടെ? പറ്റുന്ന പോലെ 2 ചേരി കിട്ടുമല്ലോ എന്ന് വെച്ചിട്ടാണ്. നീ പോട്ടേന്ന് പറഞ്ഞല്ലേ ഇങ്ങ് വന്നിന്. അപ്പൊ നീ രണ്ടാമത് പോയിട്ട് നീ ആ ചെവി കാക്കാതെ ഓറോട് പറയുന്നിട്ട് ഇപ്പൊ കൂടേന്റെ അടുത്ത് എനിക്ക് ഇഷ്ടംപോലെ ഉണ്ട്. എന്നിട്ടാണ് ഞാൻ 2 മണിക്ക് വെച്ചിട്ട് ഒന്നും കത്തിക്കാനില്ല. ചോദിച്ചില്ലെങ്കിൽ ഞാൻ എനിക്ക് ഇഷ്ടം ഒരു ലോഡ് വേണ്ടിക്ക് തരാം. ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ നീ. ഞാൻ എന്തിനാ എടുത്തുവിട്ട ദൈവമേ? ഒരാളെ ഒരു സാധനം എടുക്കില്ല. ഇനിയെന്നാണപ്പ ഞാൻ എടുത്തു പോയില്ലേ? ഇല്ല, നടക്ക് അങ്ങനെ എടുത്തോണ്ടാണ്. എന്റെ ഭഗവാനെ, ഞാൻ ഇതുവരെ ഒരു സാധനം എടുക്കാതെയാണ്. എന്നിട്ടാണ് ഞാൻ എടുത്തു പോയിട്ടപ്പാ. ഒരാളൊരു അടക്കേന്റെ മൊത്ത് വരെ ഞാൻ എടുക്കാതെയാണ്. കത്തിക്കാനില്ലായിട്ടില്ല ഞാൻ എടുത്തു പോയിട്ടെ. ഇനി മരിക്കുന്ന വരെ ഞാൻ ഒരാളെ സാധനം എടുക്കൂലപ്പാ. വെറുതെ എങ്കിലും എടുത്തു പോയത്. ഒരാളെ സാധനം എടുക്കൂലപ്പാ. എന്തൊരു നാണക്കേടാന്ന്. ഒരു എടുത്ത സാധനമല്ലേ ഞാൻ രണ്ടാമത് കൊണ്ടുവക്കാൻ പോകുന്നു. അയ്യോ എൻ്റെ ഭഗവാനെ, എന്നാലും ഇങ്ങനെ ചെയ്യുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല. മല്ലൻ്റെ പണിയല്ലേ ഞാനിപ്പോൾ എടുത്തത് അല്ലേ? എന്നാലും ഇതെന്തൊരു പെണ്ണുങ്ങളാണ്. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലപ്പാ. ചെയ്യുന്നങ്ങ് ചെയ്യട്ടെ. ഇനി അപ്പം വേണ്ടത് ഞാൻ എടുത്തു പോയില്ലേ? ഇനി അവിടെ വെച്ചേക്കാപ്പ. ചേരിയും വേണ്ട, ഒന്നും വേണ്ട. ഇനിയൊരു സാധനം ഒരാളും എടുത്തൊന്നുമില്ല. ഓളെ കള്ളക്കരച്ചിലാണ്. അത് വേണ്ട, എൻ്റെ അടുത്ത് വേണ്ട. അത് ഓളെ പഠിപ്പ് എപ്പോ അങ്ങനെയാണ്. എന്തെങ്കിലും പറയുമ്പോ അപ്പാട് കരിയും. വേണ്ട, അടച്ചിട്ട് ഇവരാരോടെങ്കിലും പറഞ്ഞാലേ അമ്മ നാണക്കേട്. ഒരു കൊടുക്ക ചേരി എടുത്തതിനിപ്പോ നാണക്കേടായി പോവാമോ?